ലോകത്തിലെ അൽഫോൻസാമയുടെ നാമത്തിലുള്ള ആദ്യ കത്തോലിക്ക ദേവാലയം. അൽഫോൻസാമ വാഴ്ത്തപ്പെട്ടവളായുടൻ വള്ളോപ്പിള്ളി പിതാവ് റോമിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങി പണം സംഘടിപ്പിച്ച് പണിത ദൈവഭവനം. അതാണ് കോളയാട് പുന്നപ്പാലത്തുള്ള സെയിന്റ് അൽഫോൻസ ചർച്ച്. മലബാറിന്റെ ഭരണങ്ങാനം എന്നറിയപ്പെടുന്ന ഈ ദേവാലയത്തിലെത്തി തന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ആരെയും അൽഫോൻസാമ കൈവിടാറില്ല. ജാതി മതഭേദമന്യേ അൽഫോൻസാമ ഇവിടെ എല്ലാവർക്കും അമ്മ തന്നെയാണ്. ലോകത്തിലാദ്യമായി വിശുദ്ധ അൽഫോൻസാമയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട തീർത്ഥാടന ദേവാലയവും തീർത്ഥാടന ഇടവകയുമായ കോളയാട് ദേവാലയത്തിൻ്റെ മുറ്റത്തു നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുകയാണ്. ഒരു വൈദികനായി ഞാനിപ്പോൾ 24 വർഷം പൂർത്തിയാകുമ്പോൾ എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 6 വർഷങ്ങൾ പൂർത്തിയായി ഞാൻ ഈ കോളയാട് അൽഫോൻസ ഇടവകയുടെ വികാരിയച്ഛനായിട്ട് വന്നിട്ട്. എൻ്റെ പേര് അഗസ്റ്റിൻ ഒഴുകയിലാണ് വീട്ടുപേര്. കോളയാട് ഹൈസ്കൂളിൽ റിട്ടയർഡ് അധ്യാപകനാണ്. തലശ്ശേരിയിൽ ബിഷപ്പ് ഹൗസ് കഴിഞ്ഞാൽ പിന്നെ ഈ മേഖലയിലേക്ക് കോളയാട് ആദ്യത്തെ കുടിയേറ്റ പ്രദേശമാണ്. പക്ഷേ ഇവിടെ ഒരു ദേവാലയം ഇല്ലായിരുന്നു എന്നതുകൊണ്ട് വള്ളപ്പള്ളി പിതാവിന് വളരെ നിർബന്ധമായിരുന്നു ഇവിടെ ഒരു ദേവാലയം വേണം. അതുകൊണ്ട് പിതാവിൻ്റെ ഒരൊറ്റ താല്പര്യം കൊണ്ടാണ് ഞാൻ അൽഫോൻസാമയുടെ പേരിൽ ഇവിടെ ദേവാലയം ഉണ്ടായത്. എൻ്റെ പേര് ജോസഫ്, വീട്ടുപേര് കൊല്ലക്കൊമ്പിൽ. അൽഫോൻസ ദേവാലയത്തിൻ്റെ ഏറ്റവും അടുത്ത് തന്നെ ഉള്ളതാണ് എൻ്റെ വീട്. പള്ളിയുടെ ആരംഭം കുറിച്ചത് യഥാർത്ഥത്തിൽ ദീപദാൻ സെൻറ്റർ എന്നുള്ള സ്ഥാപനം കോളയാട് സ്ഥാപിതമായതിന് ശേഷം ഉള്ള ഒരു സംഭവങ്ങളാണ്. പള്ളി വരുന്നതിന് വളരെ മുമ്പ് തന്നെ മരിച്ചുപോയ യേശശരീരനായ ബഹുമാനപ്പെട്ട കൈപ്പമ്പിളാക്കലച്ചൻ എൻ്റെ വീടിൻ്റെ തൊട്ട് ചേർന്ന് ഒരു സ്ഥലം വീടും കൂടെ വിലയ്ക്ക് വാങ്ങി അവിടെ ഏകദേശം 30ഓളം അന്തേവാസികളെ പാർപ്പിച്ചുകൊണ്ട് ദൈവദാൻ സെൻറ്റർ എന്നുള്ള ഒരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം തുടങ്ങി അവിടെ മരിക്കുന്ന അന്തേവാസികളെ, പ്രായമായവരെ സംസ്കരിക്കുന്നത്. അന്ന് ഇവിടെ പള്ളിയോ സെമിത്തേരിയോ ഇല്ലായിരുന്നു. ഞങ്ങളുടെ എല്ലാം ഇടവകയായിരുന്ന ആത്മീയ കാര്യങ്ങൾ നടത്തി തന്നുകൊണ്ടിരുന്ന സെൻറ്റ് കോർണേലിയസ് പള്ളിയുടെ സെമിത്തേരിയിലായിരുന്നു. കുറേ കാലത്തിന് ശേഷം ചില സാങ്കേതിക കാരണങ്ങളാൽ അവിടെ മൃതസംസ്കാരം നടത്തുന്നതിന് ചില തടസ്സങ്ങൾ നേരിട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ അഭിവന്ദ പിതാവ് ഇവിടെ ഒരു സെമിത്തേരി ഉണ്ടാക്കുന്നതിനെപ്പറ്റി സംസാരിച്ചു. അതിന് മുമ്പേ തന്നെ പള്ളിക്ക് വേണ്ടി ഇവിടെ ഒരു 4 കൂടുതൽ സ്ഥലം, അത് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഞാൻ പള്ളിക്ക് വേണ്ടി ഞാൻ കച്ചവടമാക്കിയിട്ടിരുന്ന സ്ഥലമാണ്. അതേ വിലയ്ക്ക് തന്നെ പള്ളിക്ക് വേണ്ടി വിട്ടുകൊടുത്തതാണ്. അവിടെ എനിക്ക് തോന്നുന്നത് ഒരിടത്തും നടക്കാത്തതുപോലെ സാധാരണ പള്ളി വന്ന ശേഷം സെമിത്തേരി വരികയാണ് പതിവ്. ഇവിടെ സെമിത്തേരിയാണ് ആദ്യം നിർമ്മിക്കപ്പെട്ടത്. 25,000 രൂപ നിങ്ങൾ നാട്ടുകാരുണ്ടാക്ക്, ബാക്കി പള്ളി പണിയാനുള്ള പണം ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാമെന്ന് അഭിവന്ദ പിതാവ് പറഞ്ഞു. ആ മീറ്റിങ്ങിൽ വെച്ച് തന്നെ 25,000 രൂപയുടെ ഓഫർ വന്നു പലര്. അതിൽ ഈ ഇടവക്കാരനല്ലാത്തവരുണ്ട്. ഒരു TC ജോസഫ് ഏട്ടൻ തോട്ടത്തിൽ നെടുമ്പറഞ്ചാല ഇടവകാരനാണ്. ഒരു ജോൺ ചെറിയാൻ മലങ്കര റീത്തുകാരനാണ്. അവരൊക്കെ ഇതിൽ ഓഫർ ചെയ്ത ആൾക്കാരാണ്. ഇവരൊന്നും ഇപ്പം ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് സത്യം. അതിനുശേഷം ഇമ്മീഡിയറ്റായിട്ട് പള്ളിപ്പണി ആരംഭിക്കണം, 1 വർഷം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കണമെന്ന് പിതാവ് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് വളരെ സ്പീഡിൽ പള്ളിയുടെ നിർമ്മാണ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് കീലത്തച്ഛനായിരുന്നു അന്ന് പ്രൊക്കറേറ്റർ. അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തലശ്ശേരിയിൽ നിന്ന് അവർ ഈ പള്ളി പണിയുന്ന മേസ്ത്രിമാരെ വിട്ട് പള്ളി പണിയിച്ചു. അന്ന് ആ പള്ളി പണിയുന്നതിന് വേണ്ടി മേൽനോട്ടം വഹിക്കുകയൊക്കെ ചെയ്ത് ഞാനും ഒരു ജേക്കബ് മാത്യു തോട്ടത്തിൽ, അദ്ദേഹവും മരിച്ചുപോയി. പിന്നെ ഒരു മംഗലം സെബാസ്റ്റ്യൻ, അദ്ദേഹവും മരിച്ചുപോയി. പിന്നെ ഈ KK കുര്യൻ എന്ന് പറയുന്നത്, ഞങ്ങൾ 3 പേരുമായിരുന്നു സജീവമായിട്ട് എപ്പോഴും ഈ പണിക്കാരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ കാലം ലീവ് എടുത്ത് തന്നെ ഈ പള്ളി പണിക്ക് വേണ്ടി ഇവിടെ സജീവമായിട്ട് 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതുള്ളതുണ്ട്. ഇവിടെ ഈ അൽഫോൻസ പള്ളി സ്ഥാപിക്കുന്നത് വെഞ്ചരിക്കുന്നത്
86 ജൂലൈ മാസത്തിലാണ്. 1985 ജൂലൈ 28-ാം തീയതി തറക്കല്ലിട്ടു. ഒറ്റ വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി. പള്ളി വെഞ്ചരിപ്പിനോടനുബന്ധിച്ച് അൽഫോൻസാമ്മയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അത് അന്ന് മാനന്തവാടി താമരശ്ശേരി രൂപതകൾ സ്ഥാപിതമായിട്ടില്ല. തലശ്ശേരി അതിരൂപത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് വള്ളപ്പള്ളി പിതാവ് ആ രൂപതയിലുള്ള മിക്കവാറും പള്ളികളിലേക്ക് സർക്കിൾ അയച്ചിട്ട് മലബാറിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും സ്പെഷ്യൽ ബസ്സിന് ആളുകൾ ഇവിടെ വന്നിട്ട് ഈ കോളയാട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ജനസഞ്ചയമാണ് അന്ന് അൽഫോൻസാമ്മയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഇടവകയിൽ ഞാൻ നേരിൽ കാണുന്ന അൽഫോൻസാമ്മയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരിൽ കാണുന്ന ഒരുപിടി അനുഭവങ്ങളുണ്ട്. ഈ ഇടവകക്കാർ മാത്രമല്ല, അയലിടവകളിൽ നിന്നും ദൂരദേശത്തു നിന്നും എന്തുമാത്രം ആളുകളാണ് ഈ അൽഫോൻസാമ്മയുടെ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം വരുന്നതും കൃതജ്ഞതയോടെ വരുന്നതും. അക്രൈസ്തവരായ ഒരുപാട് ആളുകൾക്ക് അൽഫോൻസാമ്മ വഴി ലഭിച്ച അനുഗ്രഹങ്ങളുടെ കഥകൾ അവർ വന്ന് പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ പേര് മുരളി. ഞാൻ അൽഫോൻസാമ്മയുടെ തൊട്ട് മുന്നിലെ വീട്ടിലെ ആളാണ്. മുരളിയാണ്. അൽഫോൻസാമ്മ ഈ കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഇത്രയും കാലത്തിലെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ആദ്യമായിട്ട് ഞാൻ അൽഫോൻസാമ്മയെ കണ്ടിട്ടാണ് എല്ലാ പരിപാടിയും തുടങ്ങൽ. അതുകൊണ്ട് എന്ത് കാര്യത്തിനായാലും പോയാലും വിജയകരമായി മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് അൽഫോൻസാമ്മയുടെ പ്രാർത്ഥനയോടും കഴിവുകളും കൊണ്ട്. അതിനുശേഷം എൻ്റെ റിലേഷൻപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു അംഗവൈകല്യമായിരുന്നു. കാലിന് കുട്ടി നടക്കാനില്ലായിരുന്നു വർഷങ്ങളോളം. അങ്ങനെ എൻ്റെ വൈഫ് പറഞ്ഞിട്ട് അൽഫോൻസാമ്മയ്ക്ക് നേർച്ച ചേർന്ന് ആ കുട്ടി പിന്നീട് നടക്കുകയും കൂടി ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളും അവസ്ഥകളിൽ ഏതൊരു വ്യക്തിക്കും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു ദേവാലയമാണ്. എൻ്റെ പേര് ജോർജ് കാനാട്ട്. ഞാൻ കോളയാട് വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാമധേയത്തിലുള്ള ഇടവകയുടെ കോർഡിനേറ്ററാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാമധേയത്തിലുള്ള ഈ ഇടവകയിൽ ധാരാളം ദൈവവിളികൾ ഈ അടുത്തായിട്ടെല്ലാം സംഭവിക്കുന്നുണ്ട്. സിസ്റ്റേഴ്സായിട്ടും അതുപോലെ തന്നെ വൈദികരായിട്ടും ധാരാളം ആൾക്കാർ ഇന്ന് ഈ മിഷൻ പ്രവർത്തനത്തിലേക്കും അതുപോലെ തന്നെ ഇടവകയിലേക്കും എല്ലാം കടന്നു വരുന്നുണ്ട്. അത് ദൈവവിളി ഇവിടെ വളരെ നല്ല രീതിയിൽ വിശുദ്ധ അൽഫോൻസാമ്മയോടുള്ള ഭക്തിയാലാണ് ഇവിടുത്തെ കുട്ടികളെല്ലാം വളർന്നു വരുന്നത്. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ വൈദികരായിട്ടും സിസ്റ്റേഴ്സായിട്ടും എല്ലാം മാറുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ ഇടവകയെ സംബന്ധിച്ച്. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം രാവിലെ അന്ന് വൈകുന്നേരമാണ് കുർബാന. ഞാൻ രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു വൈദികൻ ദേവാലയത്തിലേക്ക് വരുന്നു. അപ്പോൾ എന്നോട് അച്ഛൻ എനിക്ക് തീപ്പെട്ടി തരുമോ, ഒരു തിരി കത്തിക്കാൻ അൽഫോൻസാമ്മയുടെ മുൻപിൽ. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ എവിടെ നിന്നാണ്? കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് പരിചയപ്പെട്ട അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഞാൻ എൻ്റെ പെങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഹൃദ്യമായും അത്രയും സ്വാതന്ത്ര്യത്തോടെയും അൽഫോൻസാമ്മയോട് ഞാൻ സംസാരിക്കാറുണ്ട്. ജീവിതത്തിൽ ഇതുവരെ ഞാൻ ചോദിച്ച ഒരു കാര്യവും അൽഫോൻസാമ്മ എനിക്ക് നൽകാതിരുന്നിട്ടില്ല എന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് വന്ന ഒരു അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. മക്കളില്ലാതിരുന്നിട്ട് 10 വർഷത്തിന് ശേഷം മക്കളുണ്ടായ ഒരു മുസ്ലിം സ്ത്രീ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് എന്നോട് അനുഭവം പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. കാലിന് സുഖമില്ലാത്ത ഒരുപാട് പേര്, ജീവിതത്തിൽ മറ്റ് പലതരത്തിൽ സങ്കടങ്ങളും വേദന അനുഭവിക്കുന്നവരൊക്കെ അവർക്ക് വലിയ ആശ്വാസ കേന്ദ്രമായിട്ടാണ് ഈ ദേവാലയവും ഇവിടുത്തെ അൽഫോൻസാമ്മയും അവർ സ്വീകരിച്ചിരുന്നത്. കോളയാട് അൽഫോൻസപ്പള്ളിയിൽ ഇപ്പോഴും 302 ഇടവക്കാരാണുള്ളത്. അപ്പോൾ പള്ളി കുറേശ്ശെ ചില ഭാഗങ്ങളൊക്കെ ചോരാനൊക്കെ തുടങ്ങിയപ്പോൾ പുതിയ പള്ളി വേണമെന്നുള്ള ആഗ്രഹം മൊത്തത്തിലുണ്ടായി. തന്നെയല്ല, ആളുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് പഴയ പള്ളിയിൽ ആളുകൾ വിശുദ്ധ കുർബാനയ്ക്ക് പറ്റും സൗകര്യം കുറവായതുകൊണ്ട് പുതിയ പള്ളി പണിയുമെന്ന് തീരുമാനിച്ചു. ഈ ദേവാലയത്തിൻ്റെ അടിസ്ഥാന ശിലയായി ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് അൽഫോൻസാമ്മയുടെ ഭവനമായ മുട്ടുചിറയിൽ നിന്ന്, അൽഫോൻസാമ്മയുടെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലാണ്. അഭിനന്ദ പാമ്പളാനി പിതാവാണ് അതിവിടെ പ്രതിഷ്ഠിച്ചത് കഴിഞ്ഞ വർഷം. ദേവാലയ നിർമ്മാണം ആരംഭിച്ചിട്ട് 1.5 കൊല്ലമായി. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും 2026 ജനുവരി മാസം അവസാനത്തോടുകൂടി ദേവാലയം കൂതാശ ചെയ്യണമെന്നാണ്. ഈ ദേവാലയത്തിൻ്റെ തുടക്കത്തിൻ്റെ 40-ാം വർഷമാണ് 2026. ആ വർഷം വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് ഈ ദേവാലയം പ്രതിഷ്ഠിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.